നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുഴിയാനംകുന്ന് വ്യൂ പോയിന്റിലാണ്. കുഴിയാനംകുന്ന് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷയൊന്നുമല്ല. ഇത് ഈ പട്ടാമ്പിക്കും അതുപോലെ കുളപ്പുള്ളി എന്ന ഷൊർണൂർക്ക് പാലക്കാടൊക്കെ പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആകെ കാട് മൂടി കിടക്കുകയാണ്. ഇവിടുത്തെ സ്ഥിതി മഹാ കഷ്ടമാണ്. അപ്പോൾ ഇവിടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല വെയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ആകെ കാടും മേടും ഒക്കെ പിടിച്ചിരിക്കാൻ നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഇവിടെ ഭാഗം ഉണ്ടോ എന്ന് ഞാൻ കുറെ നോക്കി, ഇവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ ആൾക്കാർ ഇവിടെ സ്ഥിരം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപദ്രവം. അല്ല, ഇങ്ങനത്തെ കാര്യം ഇവിടെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടാവും. മറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. കുറെ കുപ്പികളൊക്കെ കാണാനുണ്ട്, ചായ ഗ്ലാസുകളൊക്കെ കാണാനുണ്ട്. വേറെ ഒന്നുമില്ല. മദ്യക്കുപ്പികളൊന്നും കാണാൻ മദ്യക്കുപ്പികളും ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇതിനായിട്ട് വരുന്നതാണ് തോന്നുന്നു. എന്തായാലും ശരിക്കും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ചില കമൻറ്റുകളാണ്. അതായത് വെള്ളാളർപിള്ളയും അതുപോലെ നായന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അവരെ കുറിച്ചിട്ടല്ല, യഥാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാരെ കുറിച്ചിട്ടുള്ള കാര്യം കണ്ടപ്പോൾ ചില സംശയങ്ങൾ ഞാൻ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ നായരെങ്ങനെ ശൂദ്രരായി എന്നുള്ള ഒരു ചോദ്യം അതിൽ വന്നതാണ്. പൊതുവെ ചാതുർവർണ്ണത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ, അതാദ്യം മനസ്സിലാക്കുക. കാരണം ഞാൻ ഇതിപ്പോൾ നിങ്ങൾ ശൂദ്രനായിട്ട് വിളിച്ചാലും വർണ്ണമില്ലാത്തവനായിട്ട് കണക്കാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തതോടുകൂടി നായന്മാർക്ക് അല്ലെങ്കിൽ നായർ സമുദായത്തിനോടുള്ള ശത്രുക്കൾ എത്രയുണ്ട് എന്നുള്ളത് എനിക്ക് ഏകദേശം ആ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി. വളരെ ഒരു എന്താണെന്ന് ഞാൻ പറയേണ്ടത്, എനിക്ക് വളരെ ദൗർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ. കാരണം ഹിന്ദുക്കളിൽ കുറെ ആളുകളുണ്ട്, പല ജാതിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ സോഷ്യൽ ക്ലാസ്സുകളിൽ ആ ഒരു ഇതിൽ വരുമ്പോൾ ഇന്ന് തഴയപ്പെട്ടു വരുന്ന ഒരു വിഭാഗമായിട്ട് ഈ നായർ സമുദായത്തിലുള്ള ആളുകൾ പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചില കമൻറ്റുകളാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത്തെ അയാളുടെ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. ഇപ്പൊ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതില് അത് ഒറിജിനൽ ഐഡിയ ആണോ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല എനിക്ക് അയാളുടെ. അപ്പൊ അതില് പറയുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എടോ കോപ്പി, ഇംഗ്ലീഷ് ആണോ ജാതി നിർണയിക്കുന്നത്? ഇറങ്ങിപ്പോടാ. അതായത് ഞാൻ തേഴ്സ്റ്റന്റെ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് എന്നുള്ള ഒരു ഇതിൽ നിന്ന് ആ വരി വായിക്കുകയുണ്ടായി ഇംഗ്ലീഷിൽ. അത് ഇംഗ്ലീഷിൽ തന്നെ ഉള്ളത് ഇംഗ്ലീഷിൽ തന്നെയല്ലേ വായിക്കുക. അത് അതിലിനി തർജ്ജമ ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി കൂട്ടിച്ചിട്ടാണ് അത് ഇംഗ്ലീഷിൽ വായിച്ചത്. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റൊരു കാര്യം, അതായത് ഇവിടുത്തെ ചാതുർവർണ്ണ്യ ബ്രാഹ്മണൻ ശൂദ്രനാണ്. നായര്, കൂയ്യര്, നായരും പിള്ളയും എല്ലാം ശൂദ്രരാടോ പഹയ. എന്താ സംശയം? വേദം പഠിക്കൂ, എന്നിട്ട് പറ ആരാ ബ്രാഹ്മണൻ എന്ന്. ഇന്നിവിടുത്തെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജന്മനാ ജായത്ത ശൂദ്ര കർമ്മണോ ദ്വിജ ബ്രഹ്മജ്ഞാനോ ബ്രാഹ്മണ ഹേ വേദം പഠിക്ക് കോപ്പേ. അടുത്ത് ഇനി വേറെ ഒന്നുണ്ട്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു, നീ ശൂദ്രനാണ് എന്ന് ഞാൻ തെളിയിക്കാം. ഞാൻ ശൂദ്രനാണെന്ന് തെളിയിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് പരിഭവമില്ല. ഞാൻ ശൂദ്രനാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു, എനിക്കതൊരു അഭിമാനമുള്ളൂ. ഇനി ശൂദ്രനല്ല, ഞാനിനി വേറൊരു വർണ്ണമില്ലാത്തവനാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഓരോരുത്തരുടെയും സംസ്കാരത്തിനെയാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് ഒരു സംസ്കാരം, അതായത് നമ്മൾ വളർന്നു വരുന്ന ആ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, എത്രത്തോളം നമുക്ക് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്നൊക്കെ ഓരോ കമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആരായിരിക്കും ഇങ്ങനെ ഇട്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാനൊരു നായർ അനുകൂല സംഘടന അങ്ങനത്തെ ഒരു രീതിയിലല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നായന്മാർ സംഘടിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് ഞാനിപ്പോൾ ഈ ഇതിൽ പറഞ്ഞത്. ഇനി വേദം പഠിക്കാനൊക്കെ പറഞ്ഞു. വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിന്റെ ഈ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പുരുഷ സൂക്തത്തിലാണ് ഇതില് ഇതിനെ കുറിച്ച് പറയുന്നത്. ഋഗ്വേദം എഴുതപ്പെട്ടത് കരുതുന്നത് BC 1200 1500 നൂറ്റാണ്ടുകൾക്ക് ഇടയിലാണെന്നാണ്. പുരുഷ സൂക്തം പിന്നീട് അതിൽ എഴുതി ചേർത്തതാണ് പുരുഷ സൂക്തം. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞില്ല, പണ്ഡിതനാണല്ലോ അദ്ദേഹം, ഉപയോഗിച്ച ഭാഷ ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ആശയം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഭാഷ തന്നിട്ട് ഇങ്ങനത്തെ ഒരു ഭാഷ, എടോ ഇറങ്ങിപ്പോടാ കോപ്പ് നീ എന്നൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ തറവാടിത്തം എന്ന് പറയുമ്പോൾ ഇനി വേറെ തെറ്റിദ്ധരിക്കണ്ട. തറവാടിത്തം എന്ന് പറഞ്ഞാൽ അതൊരു വിഭാഗത്തിനോ ഒരു ജാതിക്കോ അവകാശപ്പെട്ടതല്ല. നമ്മുടെ വളർന്നു വന്ന സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് തറവാടിത്തം. ജീന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്.
അതായത് അതിന്റെ കഴിവാണ് നമ്മൾക്ക് കൂടുതൽ നന്നായി പണി എടുക്കാൻ കഴിയുന്നതും. അതായത് ജോലി ചെയ്യുന്ന അതല്ല പ്രശ്നം, ഒരു നമുക്കൊരു നിസ്വാർത്ഥത, അതുപോലെ തന്നെ അറിവ്, ജ്ഞാനം, ബുദ്ധി, ഇതൊക്കെ ജീനിന്റെ ഒരു ഇതാണ് വരുന്നത്. അത് കൂടുതലുള്ള ആൾക്കാർ ചിലപ്പോൾ എല്ലാ ജാതിയിലും ഉണ്ടാവും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. അതായത് ജീനിന്റെ ഒരു കഴിവുകൊണ്ട് അവർ നന്നായി പിടിച്ചു നിൽക്കും. സ്വന്തം അധ്വാനം കൊണ്ടും കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ നേടിയെടുത്തതാണ് ഇവിടെ പലതും. ഇപ്പൊ കിട്ടുന്ന അവകാശങ്ങൾ വിട്ടുപോകുന്നതാണ്. നായർ സമുദായം ഒരു പക്ഷെ, അല്ലെങ്കിൽ അവർ മറ്റു ജാതികളുടെ കാര്യങ്ങളിൽ അവർ ഇടപെടാറില്ല. അവർക്ക് വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. ഇവിടെ നടന്നിട്ടുള്ള പല പരിഷ്കാരങ്ങളും നവോത്ഥാന പരിഷ്കാരങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന നായകന്മാരെ നോക്കി നോക്കൂ. അതിലൊക്കെ നായന്മാർ തന്നെ ഉണ്ടായിരിക്കും, വലിയ വലിയ ജന്മിമാർ തന്നെ ആയിരിക്കും. അവരാണ് ഇപ്പോൾ ഉയർത്തി കൊണ്ടുവന്നത്. പക്ഷെ ഇന്നത്തെ നായരിൽ പലവരുടെയും അവസ്ഥ വളരെ കഷ്ടമാണ്. ആ കഷ്ടത്തിന് അത് മനസ്സിലാക്കുക. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു ജാതി സംവരണവും മറ്റു പിൻബലങ്ങളും ഒന്നും ഇല്ലാതെ പലപ്പോഴും അവനവന്റെ അഭിമാനം കൊണ്ട് പുറത്ത് ഒന്നും പറയാതെ കഷ്ടത കൂടി അറിയിക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു ജാതീയവാദിയല്ല. എനിക്ക് മുസ്ലിം മതത്തിനോടും ക്രിസ്ത്യൻ മതത്തിനോടൊക്കെ എനിക്ക് കൂടുതൽ ഒരു ഒരു ഇത് തോന്നുന്നത്, ഒരു മതിപ്പ് തോന്നുന്നത്, അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളില്ല. അവര് ഒരു സോഷ്യൽ ക്ലാസ്സാണ്. പക്ഷെ ഇവിടെ സോഷ്യൽ ക്ലാസ് ഹിന്ദുവിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ അതിൽ നിന്ന് കവരാനാണ് ശ്രമിക്കുന്നത്. അതായത് അവർക്ക് ഉള്ളത് എന്താണോ അത് നിലനിർത്തിക്കൊണ്ട് പോകാനല്ല ശ്രമിക്കുന്നത്, ഉള്ളതും കൂടി കവർന്ന് അവരെ ഒരു വിഭാഗത്തിലേക്ക് പണ്ട് കാലത്ത് ചൂഷണം ചെയ്ത ഒരു വിഭാഗത്തിന്റെ ഓപ്പോസിറ്റാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഹിന്ദുവിനെ സംഘടിപ്പിക്കാനുള്ള ശ്രമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായും നല്ല കമന്റുകൾ വരും, കമന്റ് വരട്ടെ. അപ്പൊ ഇപ്പൊ ഞാൻ ആ കമന്റ് കുറച്ച് സമയത്തേക്ക് ഞാൻ ഓഫാക്കിയിട്ടിരിക്കുക. കാരണം ജാതി സ്പർദ്ധ വേണ്ടെന്ന. എല്ലാവരും നായരും പറയനും പുലയനും ബ്രാഹ്മണനും ഈഴവനും എല്ലാവരും മനുഷ്യൻ എന്ന രീതിയിൽ പരസ്പരം കണ്ട് സ്നേഹിച്ച് മുന്നോട്ട് പോരേണ്ട സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ജാതി ഏതെങ്കിലും ഒരു ജാതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർണ്ണത്തിലോ എന്നെ പെടുത്തണ്ട. അപ്പൊ ഞാനിതിൽ വായിക്കുന്നത്, ബ്രാഹ്മണോസ്യ മുഖമസിദ് ബഹുരജന്യാഹ കൃത ഒരു തദസ്യ യത് വൈശ്യാഹ വർദ്ധത്യാ ശൂദ്രു അജയാതഹ. അർത്ഥം എന്ന് പറയുന്നത് മുഖത്തിൽ നിന്ന് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന ആള്, ദൈവത്തിനെയൊക്കെ സേവിക്കുന്ന ആള്. അതുപോലെ തന്നെ രണ്ടാമത്തത് കൈകളിൽ നിന്നാണ് ക്ഷത്രിയര്, രാജാക്കന്മാര്. തുടയിൽ നിന്ന് വൈശ്യർ, കച്ചവടക്കാരാണ്. അതുപോലെ കാലിൽ നിന്ന് ശൂദ്രൻ, മനുഷ്യന്റെ സേവിക്കാനുള്ളവർ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് 4 കാസ്റ്റ്. അപ്പോൾ ഇത് വർണ്ണം പിന്നീട് എഴുതി ചേർത്തതാണ് കേട്ടോ. അതായത് നമ്മളെ ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതായത് ഈ 4 ക്ലാസ്സുകളായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ വേറെ കുറെ കാര്യങ്ങളും കൂടി ഞാൻ പറയുന്നുണ്ട്. അതായത് ഇത് പുരുഷസൂക്തം തുടങ്ങുന്നത് തന്നെ പുരുഷ എന്ന് പറഞ്ഞിട്ട്, ഓം സഹസ്ര ശീർഷ പുരുഷാഹ സഹസ്രാക്ഷ സഹസ്രാപത് സാ ഭൂമി മൃത്യുത്യാദി സ്ഥാഥാ സകുലം എന്ന് പറഞ്ഞിട്ടാണ് 1000 തലകളും 1000 കണ്ണുകളും 1000 കാലുകളും പ്രപഞ്ചം ഭരിക്കുന്ന, ഇപ്പോഴും അത് എന്താ പറയാ, ഓരോ ഇതിലും 10 ഇഞ്ചോളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഈ 4 വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതെങ്ങനെ തന്നെയായിരുന്നു ആദ്യകാലങ്ങളിലും പിന്നീടൊക്കെ വന്നത്. പക്ഷെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇതിനൊരു വ്യത്യാസം വന്നു, പ്രത്യേകിച്ച് കേരളത്തിലെത്തിക്കുമ്പോൾ. അതായത് ദൈവികമായ കാര്യങ്ങളിലും ചിന്തിച്ചിട്ടും പോകുന്ന ആൾക്കാരാകുമ്പോൾ അവരെങ്ങനെ രാജ്യം ഭരിച്ചിരുന്നത്. ഇപ്പൊ ചെമ്പകശ്ശേരി ദേവനാരായണൻ നമ്പൂതിരിയാണ്, അവർക്കൊരു രാജ്യം തന്നെ ഉണ്ടായിരുന്നു. ശുഗപുരവും മറ്റ് സ്ഥലങ്ങളും അതിനോട് ചുറ്റുപറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ ബ്രാഹ്മണനാണ് ഭരിച്ചിരുന്നത്. വേറെ ഈ സ്ഥലങ്ങൾ ബ്രാഹ്മണ രാജ്യം. അപ്പോൾ അവര് എങ്ങനെ ഭരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ശൂദ്രർ എന്ന് പറയുന്ന വിഭാഗം, അതായത് ഇവരെ സേവിക്കാൻ മാത്രമുള്ളവരാണെങ്കിൽ ഇതിൽ വാളൊന്നും എടുക്കാൻ പാടില്ല, വാളിതൊന്നും ശൂദ്രർ എടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് നായന്മാർ ഇവിടെ ഭരിച്ചിരുന്നത്? ഇപ്പൊ പാലിയത്തച്ഛൻ ഒരു സ്ഥലം ഭരിച്ചിരുന്നതാണ്. പാലക്കാട് കൊമ്പിയച്ഛൻ, അവർക്കൊരു രാജ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കവളപ്പാറ മൂപ്പിൽ നായർ, അതുപോലെ മണ്ണാർക്കാട് മൂപ്പിൽ നായർ, ഇവരൊക്കെ അതിന്റെ പിന്നിലുള്ള മറ്റ് വള്ളുവനാട് അല്ലെങ്കിൽ സാമൂതിരിയുടെയും ഇവരുടെ ഒക്കെ ഇതായിട്ടുള്ള പ്രഭുക്കളായിരുന്നു എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ഇവരെങ്ങനെ പ്രഭുക്കളായി? ഇവർ സേവിക്കേണ്ടവരാണല്ലോ. അപ്പൊ എങ്ങനെ ഇത് വന്നു? ഇത് ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കൂ. രാജാക്കന്മാരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ഷത്രിയരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അഗ്നികുല, സോമകുല
ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിലൊരു സാമന്തന്മാർ എന്ന് പറയുന്നത് ഒരു ഡീഗ്രേഡ് വെർഷനാണ്. അപ്പൊ ഡീഗ്രേഡ് വെർഷൻ ശരിക്കും ക്ഷത്രിയായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ ഈ സീക്രഡ് പൂണൂല് എല്ലാവരും ധരിക്കും, അതായത് സീക്രഡ് ത്രെഡ് പൂണൂല് ധരിക്കും. ആദ്യകാലങ്ങളിൽ ക്ഷത്രിയരൊക്കെ ഈ നോൺ വെജ് ഒക്കെ കഴിച്ചിരുന്നു. പിന്നീട് മോഡേൺ ക്ഷത്രിയരാണ് പലരും കഴിക്കാത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നോൺ വെജ് കഴിക്കുന്ന ബ്രാഹ്മണരും ഉണ്ട്, ക്ഷത്രിയരും ഉണ്ട്. അപ്പൊ ഇത് ഈ ക്ഷത്രിയർ എന്നുള്ള ഈ ഒരു ക്ലാസ് വന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ജന്മനാൽ ഒരു മനുഷ്യൻ ശൂദ്രനായി ജനിക്കുന്നു, കർമ്മത്താലാണ് അവൻ ബ്രാഹ്മണനാകുന്നതെന്നാണ് വേദം പറയുന്നത്. വേദത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പ്രായോഗികമായി ചിന്തിക്കുക. അതാണ് അന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾ അതുണ്ടായി. ഇന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നായന്മാര് എന്ന് പറയുന്ന ഒരു ശൂദ്രരാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു, വേദം ശൂദ്രൻ കേട്ട് കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ഇരുമ്പ് ഉരുക്കി അല്ലെങ്കിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ വേദം എല്ലാവരും എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോ അങ്ങനെയുള്ള ശൂദ്രന്മാര് എങ്ങനെ ഈ രാജ്യങ്ങൾ ഭരിച്ചിരുന്നു, എങ്ങനെയാണ് ഓരോ നാടിന്റെ അധിപരായത്? കേരളത്തിൽ വളരെ വ്യത്യാസമുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഈ നമ്പൂതിരിമാരെയൊക്കെ ആയിരുന്നു ഓരോ ദേശങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അവർ അമ്പലമായിട്ട് പോകേണ്ടതാണ്, പക്ഷെ അവർക്ക് എങ്ങനെ ഇത് വന്നു? നായന്മാർ ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അവർക്ക് പൊറുതി മുട്ടിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഈ യുദ്ധങ്ങളൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് അവരെ താഴ്ത്തിക്കെട്ടാനും അവർക്ക് ആയുധമില്ലാതെ ആക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൈദരാലിയും ടിപ്പു സുൽത്താനും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരാണ് ചെയ്തിരുന്നത്. അതുപോലെ ഏറ്റവും കൂടി നിസ്വാർത്ഥമായ സേവനം നടത്തിയിരുന്നവരാണ് നായന്മാർ. സാമൂതിരി ഇവിടുന്ന് ടിപ്പു സുൽത്താന്റെ ഇത് വന്ന സമയത്ത് അവിടെ നിന്ന് സാമൂതിരി പോകുമ്പോൾ കൂടെ ഈ സ്വർണവും പണ്ടവും ഇതൊക്കെ എടുത്തിട്ട് അകമ്പടി സേവിച്ച് സുരക്ഷിതമായി തിരുവിതാംകൂറിലേക്ക് എത്തിച്ചവരാണ് നായന്മാർ. അവരുടെ കുടുംബവും മറ്റുള്ളവരും പട്ടിണിയായി പല സ്ഥലങ്ങളിലേക്കും പോയപ്പോഴും അവര് യജമാനന്മാരോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പൊ ശൂദ്രർ ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ശൂദ്രരോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയ ഓരോ സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒരു താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ വീണ് കിടക്കുന്നതിനെ ചവിട്ടാൻ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു വർഗമുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട. ഒരു കാലത്ത് അവർ പ്രഭുക്കന്മാരായിരുന്നു, മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞു. പിന്നീട് ആളുകൾ വല്ലാതെ ചവിട്ടാൻ തുടങ്ങിയപ്പോഴാണ് സംഘടിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ജാതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല പറയാം. എല്ലാവരും മനസ്സിലാക്കുക. ഈ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവും. നമുക്ക് ഏത് വേണമെങ്കിലും, ഞാൻ എന്താണെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്ന ഒരാളാണ്. ഇനി തെറ്റുണ്ടത് വേറൊരാൾ ചൂണ്ടിക്കാണിച്ച് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ഞാൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരിമാര് വരെയുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ജാതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഏതെങ്കിലും ജാതിയെ അങ്ങനെ ചവിട്ടി താഴ്ത്താനും അവരെ വല്ലാതെ ഉപദ്രവിക്കുന്നതും കാണുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ജാതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു കാലത്ത് പ്രഭുക്കന്മാരായി അവിടെ ഭരിച്ചിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. ഞാൻ ഏതെങ്കിലും ജാതിയിലോ ഏതെങ്കിലും മതത്തിലോ ഏതെങ്കിലും പെട്ടോട്ടെ, അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രായോഗികമായി മനുഷ്യൻ ചിന്തിക്കുക. ഈ ഇങ്ങനെ വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ വിസർജിച്ചു പോകുന്ന ആൾക്കാരെ എന്തിനാ നിലനിർത്തുന്നതെന്ന് എൻ്റെ ഒരു സ്റ്റുഡന്റ് അദ്ദേഹം പറയണ്ടേ, സാറേ എന്തിനാണ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ആ കമന്റിൽ നിർത്തുന്നത്, അവനെ ബ്ലോക്ക് ചെയ്യും സാറേ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളിനി അത്രയും കമന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ചെയ്യുക. അവര് നമ്മുടെ ചാനലിൽ വേണ്ട, അതാണ് തീരുമാനിക്കുന്നത്. എന്തായാലും പുതിയൊരു വിഷയമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ എല്ലാവർക്കും നന്ദി.